ഹലോ, നമുക്ക് 2024 ഡിസംബർ മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമതായി, പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഫുട്ബോളിൽ ഇന്ത്യയുടെ സ്ഥാനം 126 സ്ഥാനമാണ്. പുറകോട്ട് തന്നെയാണ് പോകുന്നത്. പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഫുട്ബോളിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനം ആസ് യൂഷ്വൽ അർജന്റീനയ്ക്കാണ്. രണ്ടാം സ്ഥാനം ഫ്രാൻസ്, മൂന്നാം സ്ഥാനം സ്പെയിൻ. ഒന്നാം സ്ഥാനം അർജന്റീന, രണ്ടാം സ്ഥാനം ഫ്രാൻസ്, മൂന്നാം സ്ഥാനം സ്പെയിൻ. ഇന്ത്യയുടെ സ്ഥാനം 126. വിയറ്റ്നാം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ CSB 8005 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കൊച്ചിക്ക് സമീപം നടത്തിയ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്പ് ടാക്ക്. സഹയോഗ് ഹോപ്പ് ടാക്ക്. വിയറ്റ്നാം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ CSB 8005 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കൊച്ചിക്ക് സമീപം നടത്തിയ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്പ് ടാക്ക്. വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം, നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിൽ മോഹൻലാൽ വന്നിട്ട് ആ കമ്പനിയെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സഹായിക്കാൻ വേണ്ടിയല്ലേ വന്നത്. അപ്പോൾ സഹയോഗ്, അവിടെ ഒരു ഹോപ്പ് ഉണ്ട്, മോഹൻലാലിന് അത് എല്ലാം ശരിയാവുന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ അവർ ടോക്ക് ചെയ്ത് ടോക്ക്, ആ ടോക്ക് ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ നോക്കുന്നുണ്ട്. സഹയോഗ് ഹോപ്പ് ടാക്ക്. ഇവിടെ ടാക്കിൻ്റെ സ്പെല്ലിംഗ് വ്യത്യസ്തമാണ്, എന്നാലും അങ്ങനെ ഓർത്താൽ മതി. സഹയോഗ് ഹോപ്പ് ടാക്ക് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല. 2024 ഡിസംബറിൽ അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല 5 വർഷം ഹരിയാന മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 9 വർഷം റിക്രൂട്ട്മെന്റ് അഴിമതിയിൽ തടവിലാക്കപ്പെട്ടിട്ടുമുണ്ട് ഓം പ്രകാശ് ചൗട്ടാല. അടുത്ത പോയിന്റ്, ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി 12 വർഷമായിട്ട് ഉയർത്തി. മുൻപ് ഇത് 7 വർഷം മാത്രമായിരുന്നു. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ വീട് വിൽക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പണയം വയ്ക്കാം, ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള നടപടികൾ കുറച്ചുകൂടി ലഘൂകരിച്ചിട്ടുണ്ട്. കൂടുതൽ അനുമതികൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കാലാവധി എത്ര വർഷമാക്കി ഉയർത്തി? 12 വർഷമാക്കി ഉയർത്തി. അടുത്ത പോയിന്റ് നോക്കാം. എല്ലാവരും അറിഞ്ഞു കാണും IFFK തിരുവനന്തപുരത്ത് നടന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം നേടിയത് ഫെമിനിച്ചി ഫാത്തിമ. പ്രേക്ഷക പുരസ്കാരമാണ് അത് നേടിയത്, ഫെമിനിച്ചി ഫാത്തിമ. സിനിമയുടെ പേരാണ് കേട്ടോ അത്, ഫെമിനിച്ചി ഫാത്തിമ. മേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് മാലു എന്ന പേരുള്ള ഒരു ബ്രസീൽ ചിത്രമാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് മികച്ച സിനിമയ്ക്ക്, ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരം മാത്രമല്ല കിട്ടിയത്, മറ്റ് 5 പുരസ്കാരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു, മികച്ച ജനപ്രിയ ചിത്രം. പിന്നെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചു. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചു. പ്രത്യേക ജൂറി പരാമർശവും ഫാസിൽ മുഹമ്മദിന്റെ തിരക്കഥയ്ക്ക്. ഈ 5 കാറ്റഗറിയിലാണ് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. മേളയിൽ സുവർണ ചകോരം നേടിയ ബ്രസീലിയൻ ചിത്രമാണ് മാലു. അടുത്ത പോയിന്റ് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയത് കുസാറ്റ് ആണ്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 അവർ നൽകുന്ന അവാർഡ്സ് ആണ്. അതിൽ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയത് കുസാറ്റ് ആണ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റീസിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതി നേടിയത് ക്യുസാറ്റ്. മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജും തിരുവനന്തപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. വമ്പൻ കമ്പനികളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വ്യവസായ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ നയം. GCC നയം അല്ലെങ്കിൽ GCC പോളിസി എന്നൊക്കെ പറയാം. എന്തിനു വേണ്ടിയിട്ടാണ്? വമ്പൻ കമ്പനികളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത പോയിന്റാണ്, നിയമസഭാ സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 നിയമസഭാ സാഹിത്യ പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. 2023 നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 2024 ഇപ്പോൾ കിട്ടിയത് M. മുകുന്ദൻ. 2024 M. മുകുന്ദൻ, 2023 MT. അടുത്ത പോയിന്റ്, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ K. ജയകുമാറിന്റെ കവിതാ സമാഹാരം.
പിങ്കളകേശിനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരം പിങ്കളകേശിനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും ഒക്കെയാണ് കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്കളകേശിനി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനാണ് അത് അർഹമായത്. അടുത്ത പോയിന്റ്, 2024 ഡിസംബറിൽ ഭൂചലനം ഉണ്ടായ പസഫിക് ദ്വീപിലെ രാജ്യമാണ് വാനുവാറ്റു. കേൾക്കാത്തൊരു പേരാണ് അല്ലേ. വാനുവാറ്റു പസഫിക് ദ്വീപിലെ രാജ്യമാണ്. ഏകദേശം 14ഓളം പേരുടെ മരണത്തിനിടയാക്കിയൊരു ഭൂചലനമായിരുന്നു. റിക്ടർ സ്കെയിലിൽ 7.3 രേഖപ്പെടുത്തി. US നേവിയുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ നേവി ഡിസ്റ്റിങ്വിഷിംഗ് പബ്ലിക് സർവീസ് പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് നടനാണ് ടോം ക്രൂസ്. US നേവിയുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ നേവി ഡിസ്റ്റിങ്വിഷിംഗ് പബ്ലിക് സർവീസ് പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് നടൻ ടോം ക്രൂസ്. 2024 ഡിസംബറിൽ ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റഷ്യ. നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ ക്യാൻസറിനുള്ള വാക്സിൻ 2025 കൂടിയിട്ട് ഇത് വിപണിയിലെത്തും, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് റഷ്യ പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് INTRV01 എന്ന പുതിയ ലൊക്കേഷൻ കോഡ്. നേരത്തെ നിങ്ങൾ മറ്റൊരു കോഡ് കേട്ടിട്ടുണ്ടായിരിക്കാം, NYV നെയ്യാറ്റിൻകര എന്ന അത് വെച്ചിട്ടുള്ളൊരു കോഡ്. അത് മാറി ഇപ്പോൾ INTRV01 എന്ന പുതിയ ലൊക്കേഷൻ കോഡാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പുറത്തിറക്കിയ നൂതന AI ടൂളുകളാണ് VO2ഉം ഇമേജർ 3യും. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ നൂതന AI ടൂളുകളാണ് VO2, ഇമേജർ 3. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് അമേരിക്ക. തൊട്ടു പിന്നാലെ 3-ാം സ്ഥാനത്ത് തന്നെ ഇന്ത്യയുമുണ്ട്. അതായത് ഏത് രീതിയിലുള്ള കാർബൺ പുറന്തള്ളലാണ്? ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലാണ്. 1-ാം സ്ഥാനം അമേരിക്ക, 3-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്, സംസ്ഥാനത്തെ ഏക ലിവിങ് വിൽ കൗണ്ടർ നിലവിൽ വന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങളുടെ വിഷസൊക്കെ രജിസ്റ്റർ ചെയ്യാം. അതായത് ഹൗ ഇറ്റ് വുഡ് ബി യുവർ എൻഡ് ഓഫ് യുവർ ലൈഫ്, എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ. ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡ് ബോഡി ഒരു സ്റ്റഡി പർപ്പസിന് വിട്ടുകൊടുക്കണോ, അത്തരം കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു പോയിന്റാണ്, ഗോത്ര വിഭാഗത്തിലെ യുവതി യുവാക്കൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതി ടിക്. ഒരുപാട് കെ വെച്ചിട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ കേട്ടിട്ടുണ്ടാവും. അതിലേക്കൊരു പുതിയ ഒരെണ്ണം കൂടിയാണ് ടിക്. അതിൻ്റെ ഫുൾ ഫോം കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നതാണ്. ടിക് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ പദ്ധതി. ഗോത്ര വിഭാഗത്തിലെ യുവതി യുവാക്കൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തുടങ്ങിയ പദ്ധതിയാണ് ടിക്. അടുത്ത പോയിന്റ്, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം, അതായത് MSME കൊണ്ടുവന്ന കേന്ദ്രീകൃത രജിസ്ട്രേഷൻ പോർട്ടലാണ് ഉദ്യം. MSMEനെ മൈക്രോ സ്മോൾ മീഡിയ എൻ്റർപ്രൈസസിനെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭം, ഒരു പോർട്ടലാണ് ഉദ്യം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്യാം ഉടൻ തന്നെ. താങ്ക് യു സോ മച്ച് ഫോർ